ഇതിക്ക് മുമ്പ് ലിയോ ഇറങ്ങുന്ന സമയത്താണ് നമ്മൾ കാലത്തെ 6 മണിക്ക് ഓപ്പൺ ചെയ്യുന്നത്. വിച്ച് മീൻസ് നമ്മൾ സ്റ്റാഫുകൾ എല്ലാവരും 5 o'clock തന്നെ വരും. ഭയങ്കര ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഉത്സവം പോലെയൊക്കെയാണ് നമുക്ക് ആ ഒരു ടൈമിൽ. അതിനേക്കാളും ഭയങ്കര പ്രതീക്ഷയിലാണ്, എല്ലാ സ്റ്റാഫും ഭയങ്കര എക്സൈറ്റഡിലാണ്. പ്രതീക്ഷയുള്ള സിനിമ തന്നെയാണ്. കാരണം മോഹൻലാലിന് ഒരുപാട് പരാജയം എന്നല്ല, ഒരു മോശം സമയത്തിന് ശേഷം ഇപ്പോൾ ഒരു എമ്പുരാനിലൂടെ തിരിച്ചു വരാൻ പറ്റും എന്നുള്ള പ്രതീക്ഷ തന്നെയുള്ള കൈയടിക്കണോ ഇതാക്കണോ കണ്ടാലേ പറയാൻ പറ്റും. ലിയോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ലിയോയും എമ്പുരാനായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. ലിയോയുടെ എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ ദിവസം കൊണ്ട് തീർന്നു പോരാ. എമ്പുരാൻ മലയാള സിനിമയിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന സിനിമ. ലൂസിഫറിൻ്റെ വൻ വിജയത്തിന് 6 വർഷങ്ങൾക്ക് ശേഷമാണ് ചിത്രത്തിൻ്റെ 2ാം ഭാഗമായ എമ്പുരാൻ തിയേറ്ററുകളിലെത്തുന്നത്. പ്രേക്ഷകരും തിയേറ്റർ പ്രതിനിധികളെല്ലാം ഇതിലേറെ പ്രതീക്ഷയോടെയാണ് സിനിമയെ കാത്തിരിക്കുന്നത്. നമുക്ക് അവരോട് ചിത്രത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകളും അവരുടെ അഭിപ്രായങ്ങളും ചോദിച്ചറിയാം. ഭയങ്കര വലിയ പ്രതീക്ഷ തന്നെയാണ്. പ്രതീക്ഷയെന്നല്ല, നമ്മുടെ ഓൾമോസ്റ്റ് ഒരു 5 ദിവസത്തെ ടിക്കറ്റ്സ് എല്ലാം നല്ല രീതിക്ക് സെയിലായിട്ടുണ്ട്. ഇതുവരെ നോക്കുകയാണെങ്കിൽ 12,000 ടിക്കറ്റ്സ്, 12,000 ടിക്കറ്റ്സാണ് നമ്മുടെ ഷെനൈസിൽ മാത്രം എമ്പുരാന്. നമ്മൾ ഈ 6 ഡേയ്സിലേക്ക് നമ്മൾ April 1 വരെ നമ്മൾ ഓപ്പണാണ്. ആ ഒരു ടൈം പീരീഡിൽ നമ്മൾ 12,000 ടിക്കറ്റ്സാണ് കിട്ടിയിരിക്കുന്നത്. നമ്മളിപ്പോൾ ഷെനൈസ് റീ ഓപ്പൺ ചെയ്തതിന് ശേഷം എനിക്ക് തോന്നുന്നു ഏറ്റവും ഹയസ്റ്റ് നമ്പർ ഓഫ് ടിക്കറ്റ്സ് ഓൺ എ സിംഗിൾ ഡേ അതിപ്പോൾ എമ്പുരാനാണ്, വിച്ച് ഇസ് 3,500 ടിക്കറ്റ്സ്. നമുക്ക് സെയിം ഡേ വേറൊരു തമിഴ് മൂവി കൂടിയുണ്ട്, വിക്രത്തിൻ്റെ മൂവി ഉണ്ട്. ആൻഡ് സ്റ്റിൽ നമ്മൾ 23 ഷോസാണ് ചാർട്ട് ചെയ്തിരിക്കുന്നത് എമ്പുരാന് വേണ്ടിയിട്ട്. എന്നിട്ട് അതിൽ നിന്ന് 3,500 ടിക്കറ്റ്സ് ഓൾറെഡി സോൾഡാണ്. ഇനി ഐ തിങ്ക് ലൈക്ക് 2 or 3 ടിക്കറ്റ്സ് മാത്രമാണ് ബുക്ക് മൈ ഷോയിൽ ഷെനൈസിൽ പോകാനായിട്ട് ബാക്കിയുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഭയങ്കര വലിയ പ്രതീക്ഷയിലാണ് എല്ലാവരും. പ്രതീക്ഷയുള്ള സിനിമ തന്നെയാണ്. കാരണം മോഹൻലാലിന് ഒരുപാട് പരാജയം എന്നല്ല, ഒരു മോശം സമയത്തിന് ശേഷം ഇപ്പോൾ ഒരു എമ്പുരാനിലൂടെ തിരിച്ചു വരാൻ പറ്റും എന്നുള്ള പ്രതീക്ഷ തന്നെയുള്ളത്. അപ്പോൾ എന്താ പറയുക, നല്ല വിജയമാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിലറൊക്കെ കണ്ടിട്ട് എന്ത് തോന്നി? ട്രെയിലർ കണ്ടിട്ട് തന്നെയാണ് ഈ അഭിപ്രായം പറഞ്ഞത്. ട്രെയിലർ കണ്ടുകൊണ്ടാണ് നമ്മൾ എന്താ പറയുക, നല്ല വിജയമാവുന്നൊരു പ്രതീക്ഷ ഉള്ളത്. നമുക്ക് കേരളത്തിൽ മൊത്തം എമ്പുരാനുണ്ടാക്കിയ ഒരു ഓളം അല്ലെങ്കിൽ ആ ഒരു ഉത്സവ ഒരു അന്തരീക്ഷം, അതിലാണിപ്പം കേരളം മൊത്തം നിൽക്കുന്നത്. എമ്പുരാൻ എന്ന് പറഞ്ഞ ഒരു സിനിമ റിലീസാകുന്നുള്ള വേറെ സിനിമകളൊന്നും ഇല്ല. അപ്പോൾ എമ്പുരാൻ എന്ന സിനിമയിൽ ഇറങ്ങുന്നതിന് കുറേ അത് ഷൂട്ട് തുടങ്ങിയപ്പോൾ തന്നെ അതിൻ്റെ ഒരു ആകാംക്ഷ എല്ലാവരിലും ഉണ്ടായിരുന്നു. ആകാംക്ഷ ഇപ്പോൾ ട്രെയിലറൊക്കെ ഇറങ്ങി എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ബുക്കിങ്ങിൻ്റെ ആ ഒരു ഹൈപ്പും ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും അത് പ്രതീക്ഷ വളരെ കൂടുതലാണ്. എമ്പുരാൻ നല്ല പ്രതീക്ഷയിൽ കാത്തിരിക്കാൻ പടമാണ്. ഇനി കണ്ടാലേ പറയാൻ പറ്റുമോ? കൈയടിക്കണോ ഇതാക്കണോ കണ്ടാലേ പറയാൻ പറ്റുമോ? നല്ല ഹൈപ്പ് ഉണ്ട് പടം, അടിപൊളിയായിരുന്നു. പിന്നെ ഡയറക്ഷൻ പൃഥ്വിരാജും അവരായ കാരണം നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിക്ക് മുമ്പ് ലിയോ ഇറങ്ങുന്ന സമയത്താണ് നമ്മൾ കാലത്തെ 6 മണിക്ക് ഓപ്പൺ ചെയ്യുന്നത്. വിച്ച് മീൻസ് നമ്മൾ സ്റ്റാഫുകൾ എല്ലാവരും 5 o'clock തന്നെ വരും. ഭയങ്കര ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഉത്സവം പോലെയൊക്കെയാണ് നമുക്ക് ആ ഒരു ടൈമിൽ. അതിനേക്കാളും ഭയങ്കര പ്രതീക്ഷയിലാണ്, എല്ലാ സ്റ്റാഫും ഭയങ്കര എക്സൈറ്റഡിലാണ് ഇപ്പോൾ ഈ എമ്പുരാൻ കാണുന്നത്. ലിയോന് ശേഷം ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് വരുന്നത് ഇപ്പോഴാണ്. അതെ തീർച്ചയായിട്ടും. ബട്ട് ലിയോനേക്കാളും ഭയങ്കര വലിയ രീതിയിലാണ് ഇപ്പോൾ ഇതിൻ്റെത്. നമുക്ക് ലിയോനൊക്കെ കൗണ്ടറിൽ കൊടുക്കാൻ ടിക്കറ്റ്സ് ഉണ്ടായിരുന്നു, പക്ഷേ എമ്പുരാന് നമുക്ക് കൗണ്ടറിൽ കൊടുക്കാൻ ടിക്കറ്റ്സ് ഇല്ല. ഈവൻ 27th റിലീസ് ചെയ്യുകയാണെങ്കിലും അന്നത്തെ ദിവസം ഓൾറെഡി ആർക്കും കൊടുക്കാനില്ല. നമ്മുടെ എല്ലാ ടിക്കറ്റ്സും സോൾഡാണ്, കൗണ്ടർ ടിക്കറ്റ്സ് പോലും ഇല്ല. എല്ലാവരും കൗണ്ടറിൽ നേരത്തെ വന്നിട്ട് എടുത്ത് തീർന്നു. കാണാൻ പോകണം, ടിക്കറ്റ് നോക്കിയിട്ട് കിട്ടിയിട്ടുള്ള അടുത്ത ദിവസങ്ങളിൽ നോക്കിയിട്ട് ബുക്ക് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കണം. അതെ തീർച്ചയായിട്ടും. പിന്നെ തീർച്ചയായിട്ടും മോഹൻലാൽ ഫാനാണ്. വിജയിക്കും എന്നുള്ളൊരു ഇതാണ് ഇപ്പോൾ ഉള്ളൊരു നോക്കുമ്പോഴേക്കും. ഇപ്പം എങ്ങനെയാവും അറിയില്ല. ട്രെയിലർ ഒന്നും പറയാനില്ല, വേറെ ലെവലി. അപ്പം ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബുക്ക് മൈ ഷോയിൽ ഓപ്പൺ ചെയ്തു, ഏതാണ്ട് ഒരു സെക്കൻഡുകൾക്കുള്ളിൽ ബുക്ക് മൈ ഷോ ഫില്ലായി. പിന്നെ നമുക്ക് അത്യാവശ്യം ടിക്കറ്റ് നമ്മൾ ഹോൾഡ് ചെയ്തിരുന്നത് അതും തീർന്നു. ഇപ്പോഴും ടിക്കറ്റ് കിട്ടാത്ത ആൾക്കാർ ഇപ്പോഴും നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ടിക്കറ്റ് ഇപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഏതാണ്ട് ഒരു 27-ാം തീയതി തുടങ്ങി അത് 4 ദിവസം, ഞായറാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ ഏതാണ്ട് എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് എല്ലാ തിയേറ്ററിലും ഫുള്ളായിരിക്കും. നമുക്ക് അതുപോലെ തന്നെ ബുക്ക് മൈ ഷോയിൽ ഇട്ട് ആ സംഭവം എല്ലാ തിയേറ്ററിലും തീർന്ന പോലെ തന്നെ നമുക്ക് അതുപോലെ തന്നെ തീർന്നു. അതൊരു ഭയങ്കര ഒരു സംഭവമാണത്. കാരണം നമ്മൾ ഈ സിനിമ തുടങ്ങി ഇത്രയും ആയിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് ഒരു 4 ദിവസം 5 ദിവസം മുമ്പ് ടിക്കറ്റ് നമ്മൾ റിലീസായിട്ട് സെക്കൻഡുകൾക്കുള്ളിൽ കണ്ണടച്ച് തുറക്കുന്ന അതിനുള്ളിലാണ് ഈ ടിക്കറ്റുകൾ വിറ്റ് പോയത്. നമ്മൾ ബുക്ക് മൈ ഷോ ഇട്ടു, പിന്നെ നമ്മൾ ബുക്ക് മൈ ഷോ തുറന്നു നോക്കുമ്പോഴത്തേക്കും അതെല്ലാം ഫില്ലായാണ് കാണിക്കുന്നത്. എംബുനെ പറയുമ്പോൾ ടൊവിനോ
വില്ലനായിരിക്കും. ഇപ്പോൾ സംഭവത്തിൽ ബോബിനെ പോലെ ആ കോസ്റ്റ്യൂം ഇട്ടിരിക്കണം, അപ്പോൾ വില്ലനായിരിക്കും. ട്രെയിലർ കണ്ടിട്ടൊന്നും മനസ്സിലായില്ല. ഫുള്ള് ഇങ്ങനെ എൻകോഡിങ് ഡീകോഡ് ചെയ്ത് നടക്കുന്നത്. ചെറുതായിട്ടൊരു KGF ഒരു ഇത് റേഞ്ചിൽ വരുന്ന പോലെ തോന്നുന്നുണ്ട്. ഫസ്റ്റ് ഡേ ടിക്കറ്റ് ബുക്ക് ചെയ്തോ? ഫസ്റ്റ് ഡേ ബുക്ക് ചെയ്തു. ഫസ്റ്റ് അല്ല, ഉച്ചയ്ക്കാണ് 1:30. പടം ഹിറ്റാവും തന്നെയാണോ വിചാരിച്ചത്? പ്രാന്ത ഹിറ്റാവും ഉറപ്പാണ്. നമ്മൾ അപ്പോൾ ബുക്ക് മൈ ഷോയെ പോയിരിക്കുകയാണ്, അടിച്ചായിട്ട് ക്രാഷ് ആയിരിക്കുകയാണ്. അപ്പം എന്തായാലും ഹിറ്റാകും. ലിയോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ലിയോയും എമ്പുരാനായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. ലിയോയുടെ എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ ദിവസം കൊണ്ട് തീർന്നു പോയതാണ്. നമുക്ക് ബുക്കിംഗ് കിട്ടുമെങ്കിൽ പോലും ഒരു ദിവസം കൊണ്ടാണ് അതിൻ്റെ ഹൈപ്പ് വന്നത്. ഒറ്റ ദിവസം വന്നു, അത് ഭയങ്കര ഹയസ്റ്റിൽ വന്നിട്ട് പടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ റിപ്ലൈ പിറ്റേ ദിവസം തൊട്ട് കുറയാൻ തുടങ്ങി. അങ്ങനെ 4 ദിവസം പ്രീ ബുക്കിംഗ് ഇട്ടിട്ട് പോലും അതൊന്നും അന്ന് അത്ര ഫില്ലായില്ലായിരുന്നു. പക്ഷേ ഇതങ്ങനെയല്ല, പ്രീ ബുക്കിംഗ് ഇട്ടിട്ട് പോലും ഏതാണ്ട് ഒരാഴ്ചത്തേക്ക് ഓൾമോസ്റ്റ് ഒരു ആവറേജ് ഫില്ലായി. അത് ലിയോ കിട്ടാത്തൊരു ഹൈപ്പ് തന്നെ ഇതിന് കിട്ടിയേക്കണം. പടം ഉഷാറായിരിക്കും തോന്നുന്നു. എന്താ വെച്ചാൽ അതിൻ്റെ ഹൈപ്പൊക്കെ നോക്കിയിട്ട് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. ഇല്ല ടിക്കറ്റൊന്നും ബുക്ക് ചെയ്തില്ല, കിട്ടായിട്ടാണ്. അതിലെല്ലാം ഫുള്ളാണ് ഫുള്ളാണ്. കുറേ നാളായിട്ട് കുറച്ച് പടങ്ങളൊക്കെ നമ്മൾ ഹിറ്റായി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. തിയേറ്റർ മൊത്തത്തിൽ ഉണർന്നു വന്നപ്പോഴാണ് ഈ നോയമ്പും കാര്യങ്ങളും അങ്ങനെ വെക്കേഷനൊക്കെ ആയിട്ട് ഇപ്പം ഏകദേശം ഒരു തണുത്ത അവസ്ഥയിലാണ്. പക്ഷേ ആ തണുത്ത അവസ്ഥയിൽ പിന്നെ തിയേറ്ററുകൾ ഒന്നുകൂടെ ഉയർത്തെണീക്കുന്ന ഒരു ഈ എമ്പുരാനിലൂടെയാണ്. അപ്പോൾ കേട്ടല്ലോ, ഇതൊക്കെയാണ് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും. എമ്പുരാൻ 27-ാം തീയതി തിയേറ്ററുകളിൽ എത്തുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തൂ.